പഴക്കം കൂടുംതോറും വീഞ്ഞിന്റെ വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും. പുതിയ തലമുറ പോലും ഏറ്റുപാടുന്ന സിനിമാ ഗാനങ്ങളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കടന്നു വരാത്തത് വളരെ ചുരുക്കം മാത്രം. എഴുതിയ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായതുകൊണ്ട് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക അസാധ്യമായിരുന്നു. മലയാള സിനിമയിൽ പാട്ടുകളുടെ വസന്തം സമ്മാനിച്ച ഗാനരചയിതാവും കവിയുമായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 16 വയസ്സ്. എണ്ണി പറഞ്ഞാലും തീരാത്തത്ര ഗാനങ്ങളാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. പാട്ടെഴുത്തിന്റെ അസാധ്യമായ ഭംഗിയും വരികളുടെ അർത്ഥതലങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ വ്യത്യസ്തമാക്കിയത്. അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു, മാലയം മാറോടലിഞ്ഞു, കണ്ണുനൊട്ട് കാത്തിരുന്നിട്ടും, ശാന്തമീ രാത്രിയിൽ, മറക്കുടയാൽ മുഖം മറയ്ക്കും, ശിവമല്ലിക്കാവിൽ, താമരപ്പൂവിൽ, എത്രയോ ജന്മമായി, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളുടെ പിന്നിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേര് മാത്രമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ പണ്ഡിതനായ പുളിക്കോൽ കൃഷ്ണൻ പണിക്കരുടെയും കർണാടക സംഗീത വിദുഷിയായ മീനാക്ഷി അമ്മയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പുത്തഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, മൊടക്കല്ലൂർ AUP സ്കൂൾ, പാലോറ ഹൈസ്കൂൾ, കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം നേടി. ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾക്ക് ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടെഴുത്തിന്റെ തുടക്കം. HMV, രാഗിണി തുടങ്ങിയ റെക്കോർഡിംഗ് കമ്പനികൾക്ക് വേണ്ടിയും TV ചാനലുകൾക്ക് വേണ്ടിയും അദ്ദേഹം ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായും കേരള കലാമണ്ഡലം, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. 1989 എൻക്വയറി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് വന്നതെങ്കിലും ചിത്രത്തിലെ ഗാനങ്ങൾ അത്ര ജനശ്രദ്ധ നേടിയില്ല. എന്നാൽ 1992 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ നേടി. 1993 പുറത്തിറങ്ങിയ രഞ്ജിത്ത് തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രത്തിലെ MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഹിറ്റായതോടെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന പേരും മലയാളികൾ അറിഞ്ഞു തുടങ്ങി. ഇളയരാജ, AR റഹ്മാൻ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, രവീന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖരുടെ ഈണങ്ങൾക്കും അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്തരിച്ച സംഗീത സംവിധായകൻ രവീന്ദ്രനുമായി ചേർന്നാണ് ഗിരീഷ് പുത്തഞ്ചേരി ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. ഏകദേശം 2500-ൽ പരം ഗാനങ്ങളാണ് ഗിരീഷ് പുത്തഞ്ചേരി മലയാളിക്ക് ഓർമ്മിക്കാനായി സമ്മാനിച്ചത്. പല ഭാവങ്ങളോടെയുള്ള ഹിറ്റ് ഗാനങ്ങൾക്ക് പുറമെ അദ്ദേഹം കുറച്ച് സിനിമകൾക്കും കഥ എഴുതിയിരുന്നു. മേലെപ്പറമ്പിൽ ആൺവീട്, കിന്നരിപ്പുഴയോരം എന്നിവയായിരുന്നു ആ ഹിറ്റ് ചിത്രങ്ങൾ. വടക്കുംനാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും എഴുതി. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ഗിരീഷ് പുത്തഞ്ചേരിക്കുണ്ടായിരുന്നു. അദ്ദേഹം അത് സുഹൃത്തുക്കളോടൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. സ്വന്തമായി സംവിധാനം ചെയ്യാനിരുന്ന ആ ചിത്രമായിരുന്നു വടക്കുംനാഥൻ. എന്നാൽ ഷാജോൺ കാര്യാലിനായിരുന്നു അത് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുമെന്നും പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്തരായ ഗാനരചയിതാക്കളിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ച റെക്കോർഡും ആ ചെറിയ കാലയളവിൽ മികച്ച ഗാനരചയിതാവിനുള്ള 7 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തതിന്റെ റെക്കോർഡ് ഗിരീഷ് പുത്തഞ്ചേരിക്ക് സ്വന്തമാണ്. കഥാവശേഷൻ, ഗൗരിശങ്കരം, പുനരധിവാസം, നന്ദനം, രാവണപ്രഭു, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, അഗ്നിദേവൻ എന്നീ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവും ഒക്കെ അർത്ഥവത്തായ വരികളിലൂടെ പാട്ടുകളായി മലയാള സിനിമയ്ക്ക് ഇനിയും സമ്മാനിക്കാനിരിക്കെ മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് 2010 ഫെബ്രുവരി 10-നാണ് ഗിരീഷ് പുത്തഞ്ചേരി യാത്രയായത്.